എൽദോ ചേട്ടാ ഈ ചെറുക്കൻ കോയമ്പത്തൂര് ഓർമ്മൊക്കെ പറഞ്ഞു വന്നിട്ടല്ലോ. നമ്മുടെ ഇന്നത്തെ പരിപാടി നോയലിനെ പ്രാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോയലിന്റെ അഭിപ്രായം ചോദിക്കാം. ഇങ്ങനെ വന്നപ്പോ ഇതിന് നമുക്ക് എന്താണ് ആദ്യം തോന്നിയത്? ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാരും പറ്റിക്കണായിരിക്കുന്നു. പിന്നെ എല്ലാരും അവരുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇന്റർവ്യൂക്ക് വിളിച്ചേക്ക് വന്ന്. സന്തോഷമുണ്ട് വിളിച്ചതില്. നിങ്ങളുടെ എല്ലാവരും ഇത്ര സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടിയത്. ഇനി ഇതേപോലെ തുടർന്ന് സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമസ്കാരം ചേട്ടന്നി. ഇനിയും തുടർന്ന് ഇങ്ങനെ സപ്പോർട്ട് വേണം. നന്ദി. എങ്ങനെയാ കോയമ്പത്തൂർ ഇന്റർവ്യൂവിന് ടെൻഷൻ ഉണ്ട്? ടെൻഷൻ ഉണ്ടാകാതിരിക്കുമോ? പിന്നെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഈ ചെയ്യാൻ നടക്കാൻ പറ്റാത്ത ഇൻസ്റ്റാഗ്രാം ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഞാൻ നമ്മൾക്ക് അയച്ചു തന്നിരിക്കുന്ന മെസ്സേജ്. ഒന്നിനും പോകണ്ട. ഇവരെന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്താണ്. രാവിലെ തന്നെ ഇവര് പണിയിലെ പിള്ളേരെ പിടിച്ച് പറ്റിക്കലാട്ടോ. ആരും ഇവന്റെ വലയിൽ പോയി ചാടരുത്. ഞാൻ വീട്ടിൽ പോവാം. നമ്മുടെ ഇന്നത്തെ പരിപാടി നോയലിനെ പ്രാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബിഹൈൻഡ് വുഡ്സിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന പറഞ്ഞാണ് നമ്മൾ നോയലിനെ വിളിക്കാൻ പോണേ. നമുക്ക് നോയലിനെ വിളിക്കാം. എടാ എവിടെയാ? എടാ നീ ഒരു കാര്യം ചെയ്യ, നല്ല ഡ്രസ്സ് ഇട്ടോണ്ട് വാ. അവർക്കൊരു ഇൻട്രോ വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ. പിന്നെ നിന്റെ സിംഗിള് 2 വീഡിയോയോ? നീയാണല്ലോ മെയിൻ ക്യാരക്ടർ. അതിനാ എടാ അങ്ങനെ ഇല്ല, അത് സീനില്ല. എടാ നീ ഒരു ഷർട്ട് മാറ്റിട്ടോണ്ട് വാ. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇൻട്രോ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എടാ നീ നിന്നാ മതി, ബാക്കി ഞാൻ പറയാം. ആ ജേഴ്സി വേണ്ടോ? ഒരു നല്ല ഷർട്ട് ഉണ്ടോ? ഒരു ഷർട്ടും ഒരു ജീൻസും. അതിനാ വീട്ടിൽ സമ്മതിച്ചില്ലേ? വീട്ടുകാരോടൊക്കെ പറഞ്ഞ തെറ്റിയാ. കോയമ്പത്തൂര് വരെ പോണ്ടേ? നീ ആദ്യം വാ, നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ വീഡിയോ എടുത്ത് കൊടുക്കാം. നല്ല ഡ്രസ്സ് ആണ് കേട്ടോ. ആ ശരി. നീ ഫോട്ടോ അയക്കട്ടോ. നമുക്ക് കോസ്റ്റ്യൂംസ് അയച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇതിട്ടോണ്ട് വരാൻ പറയാട്ടോ. വിളിക്കാം. എടാ നീ ഫസ്റ്റ് അയച്ചാ ഷർട്ടും മാറ്റും അടിപൊളിയാ. എടാ ഫസ്റ്റ് അയച്ചില്ല, ഒരു പച്ച ഷർട്ടും ഒരു ജീൻസും. ആ എടാ ഫസ്റ്റ് നീ അയച്ച ഫോട്ടോ ഇല്ലേ? ആ അതിട്ടോ. എടാ എങ്ങനെയാ വിളിക്കാൻ പറ്റോ? എങ്ങനെയാ? നീ വലിയ സ്റ്റാറായില്ലേ? ഇനിയിപ്പൊ കാരണമൊക്കെ വന്നോ? അതിന്റെ മേളിലൊന്നാണോ തന്നെ? അതെ വരുവാ. സോറി. വിളിക്കാൻ പോയിട്ടിരിക്കുക. ഞാൻ മുണ്ടോ ഇത് കണ്ടപ്പോ കൈ പിടിച്ചാണ് സ്നോയിലെ ലെവല് മാറാൻ പോവാണ്. ഇതുവരെ കണ്ടത് ഇതില് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ചാനൽ എന്ന് പറയുന്നത് 4 മില്യൺ അബവ് ഫോളോവേഴ്സ് ഉള്ളതാണ്. നമ്മളതിൻ്റെ ഒരു ഇത് അപ്പൊ ഓക്കെ അല്ലേ? അത് ലാസ്റ്റ് അത് ഒരു ഒഫീഷ്യൽ ബിഹൈൻഡ് വുഡ്സ് ഒഫീഷ്യൽ പേജിൽ നിന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്.
അപ്പോ അപ്പോ അപ്പൊ നമ്മളൊരു അപ്പൊ സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ബിഹൈൻഡ് വുഡ് ഒഫീഷ്യൽ പേജിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അവരുടെ പേജിൽ നിന്ന് കഴിഞ്ഞ ഒരു മെസ്സേജ് വന്നായിരുന്നു. അവർക്കൊരു ഇന്റർവ്യൂ. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റി തിരിയണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, കൂടി ഉണ്ടായിരുന്നത് മുള്ളാൻ പോയി. എന്ത് ചെയ്യുന്ന കോമഡിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അവരുടെ പേജിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നായിരുന്നു. അവർക്കൊരു ഇൻട്രൊഡ്യൂഷൻ വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത ഒരടി നോവലിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മലയാളം പറ്റില്ല, ഒന്നെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. തമിഴല്ലടാ എളുപ്പം, ഇംഗ്ലീഷ് നീ ഇങ്ങനെ ഇംഗ്ലീഷ് അറിയോ? തമ്പി, എന്റെ പേര് നോയൽ പി എൽദോസ്. എന്റെ ഊര് കടപ്പള്ളി. ഭയങ്കര അത് പറഞ്ഞോ? തമിഴ് വേണ്ട, തമിഴ് വേണ്ട, ഇംഗ്ലീഷ്. അപ്പം ഇനി മറ്റേ ഇത് അതിലാട്ടോ എടുക്കണുള്ളൂ. ഏത് മുതൽ? ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് വേണമെന്നുള്ളത്. അപ്പോൾ ഗൈസ്, അടുത്തത് നമുക്ക് ഇവന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എടുക്കണം. അപ്പോൾ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് വെച്ചോളൂ. നിങ്ങൾക്ക് ഏതോ കുറച്ചുകൂടെ അറിയാവുന്ന ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഇൻട്രൊഡക്ഷൻ കേൾക്കാം. സ്റ്റാർട്ട്. My name is Noel Peldos. I am coming from Kargapalli. I come to this page. My friend Jomal called me take a video. Then we will come his home and we planned a new content variety of many contents, and we play that 540 FP channel. മാറിപ്പോയി. ആളൊരു കോമാളിയാണ്, ഡയലോഗിനൊരു കുറവില്ല. തെറ്റിയോ? സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ എന്തായാലും കോയമ്പത്തൂരായിരിക്കും തന്നെ. വീട്ടിൽ നിന്ന് വിടുവോ? ഞാൻ ചോദിച്ചു സെറ്റ് ചെയ്യാം. ചോദിച്ചില്ലായിരുന്നു നീ രാവിലെ. അപ്പൊ എന്നാ പറഞ്ഞേ? ഒന്നുകൂടി നോക്കട്ടെ. ഞാൻ ചോദിക്കണോ? ചോദിക്കണം. ചോദിച്ചാൽ വിടുകയൊക്കെ ചെയ്യും. ചോദിച്ചാൽ മതി, കൺഫേം ആണ്. പറഞ്ഞില്ല ഇത്ര വലിയ അവസരമായി എല്ലാവരും കിട്ടുന്ന. ഞാൻ പറഞ്ഞു ഇത്ര നല്ല അവസരമല്ലേ, മിസ് ചെയ്താൽ നഷ്ടം എന്നൊക്കെ പറഞ്ഞു. നിനക്ക് പാവം കിട്ടൂടാ അളിയ. ഇങ്ങനെയാണ് ഇന്റർവ്യൂ ചോദിക്കുന്നത്. ഇന്റർവ്യൂ എന്താണ് ചോദിച്ചത്? എടാ മെഹ്റ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. അയ്യോ മൊയിലാളി ആര്? ഗൈസ്, നമുക്ക് നോയലിന്റെ അഭിപ്രായം ചോദിക്കാം. ഇങ്ങനെ വന്നപ്പോ ഇതിന് ഇൻവിറ്റേഷൻ നമുക്ക് എന്താണ് ആദ്യം തോന്നിയത്? ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാരും പറ്റിക്കണായിരിക്കുമെന്ന്. പിന്നെ എല്ലാരും അവരുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇന്റർവ്യൂക്ക് വിളിച്ചേക്ക് വന്ന്. സന്തോഷമുണ്ട് വിളിച്ചതില്. നിങ്ങളുടെ എല്ലാവരും ഇത്ര സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയത്. ഇനി ഇതേപോലെ തുടർന്ന് സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമസ്കാരം ചേട്ടന്നി. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും എത്തിപ്പെട്ടത്. അപ്പം ഇനിയും തുടർന്ന് ഇങ്ങനെ സപ്പോർട്ട് വേണം. നന്ദി. എങ്ങനെയാ കോയമ്പത്തൂർ ഇന്റർവ്യൂവിന് ടെൻഷൻ ഉണ്ട്? ടെൻഷൻ ഉണ്ടാകാതിരിക്കുമോ? പിന്നെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഈ ചിരിയാണ് നടക്കാൻ പറ്റാത്തത്. ഇപ്പഴും വീട് കൊടുക്കുക. നീ ചോർക്കം അവർ ഡിജിറ്റൽ വീഡിയോ ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. അപ്പോൾ ഫ്രണ്ട്സ്, അവരയച്ചുന്ന മെസ്സേജ് ഇതാണ്, വായിക്കാം. Greeting from Behind Woods. Our digital media team has been impressed by the quality and creativity evidences in the video content you share across your Instagram and social media platforms. ഇതാണ് അവർക്ക് നമ്മൾക്ക് അയച്ചു തന്നിരിക്കുന്ന മെസ്സേജ്. മലയാളത്തിൽ നമ്മളങ്ങനെ ഫൈനലി നോയലിന്റെ അപ്പനെ വിളിച്ച് പെർമിഷൻ മേടിക്കാൻ പോവാണ്. ടെൻഷൻ ഉണ്ടോ നോയലെ? ടെൻഷൻ
ക്ലാരിഫിക്കേഷൻ. എന്തോ ചേട്ടാ ഈ ചെറുക്കൻ കോയമ്പത്തൂർ ഓർമ്മൊക്കെ പറഞ്ഞു വന്നിട്ടല്ലോ. ഈ ചെറുക്കനെ പറ്റിയേ രാവിലെ കോയമ്പത്തൂരോട് വീട് എല്ലോ ബേബി ആരുടെ മുന്നിൽ ആര് വിളിച്ചു? രാവിലെ ഡ്രസ് മാറി വന്നേക്കോ. എനിക്ക് വന്നപ്പോഴേ ഡൗട്ട് തോന്നി ഇവര് ഇടയ്ക്ക് ജോബിൽ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഡ്രസ് മാറി വന്നിട്ട് ഹലോ ഹലോ എന്നല്ലോ ബസ് സ്റ്റാൻഡിൽ പോയി സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ലൗഡ് സ്പീക്കറിലൂടെ ഹലോ എനിക്കറിയാട്ടാ. ഞാൻ ഇവിടെ വന്നപ്പോഴേ ജോബിൽ ഇങ്ങനെ കണ്ണുവെച്ച് കാണിക്കും. ജോബിൽ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് പോണു. അതല്ല ഇംഗ്ലീഷ് ഏറെണ്ണിട്ട് മണ്ടലല്ലേ ഇതൊക്കെ. എനിക്ക് തോന്നി ജോബിൽ കുറെ ഇങ്ങനെ ഇങ്ങനെ കണ്ണെടുത്ത് ഇങ്ങനെ ജോബിൽ കാണിക്കുന്നത്. അത് ഞാൻ കണ്ടുവിട്ടാ. രാവിലെ 3 മണി ഡ്രസ്സായിട്ട് വന്നില്ല. ചേട്ടാ ഏതാ നല്ലത് ഏതാ ഇടുന്നത്? ചേട്ടാ തമിഴ് അറിയില്ല എന്താ ഇടുന്നത്? മിഠായിട്ടല്ലോ പോലെ സങ്കടമൊക്കെ പോയില്ലേ? രാവിലെ തന്നെ ഇവര് പണിയിലെ പിള്ളേരെ പിടിച്ച് പറ്റിക്കലാട്ടോ. ആരും ഇവന്റെ വലയിൽ പോയി ചാടുന്നത്. ഞാൻ വീട്ടിൽ പോവാം. ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ അടുത്തായിട്ട് ശബരിക്കാണ് പ്രായം കൊടുക്കാൻ പോകുന്നത്. അതിന്